യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. രാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെയും നമ്മുടെ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. സ്തോത്രം. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അത് എത്ര തന്നെ വർണ്ണിച്ചാലും അതിവരാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നന്ദിയുള്ളവരായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. സ്തോത്രം. ഈ പൽക്കാലവും നമ്മുടെ ഈ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് കൂടെ ഉണ്ട്. സ്തോത്രം. നമ്മുടെ ഒറ്റയ്ക്കല്ല നമ്മുടെ യാത്രയിൽ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാകുന്ന യാത്രയുടെ പടകിൽ കർത്താവ് കൂടെയുണ്ട്. നാം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കില്ല, നാം ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. നമ്മെ എത്തിക്കേണ്ട ഇടത്ത് ഒന്നിനും ഒരു കുറവുമില്ലാതെ, ഒന്നിനും ഒരു മുടക്കം വരാതോണ കർത്താവ് നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനായി കർത്താവ് കൂടെയുണ്ട്. നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അസാധ്യങ്ങൾ മാറിപ്പോകും. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം കേട്ട ചിലപ്പോൾ ദൈവശബ്ദങ്ങൾ, കേട്ട ദൈവിക അരുളപ്പാടുകൾ, ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം. ഒരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. അതിനകത്തിന് ഒരു ഹോപ്പും വയ്ക്കണ്ട എന്ന് പലരും നമ്മെ നോക്കി പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവശബ്ദം കേട്ട ദൈവ പൈതലിനോട് ഈ പ്രഭാതത്തിൽ പറയാനായിട്ടുള്ളത്, അത് കേട്ട ദൈവശബ്ദത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ നിന്ന് അസാധ്യങ്ങൾ മാറിപ്പോകും, സാധ്യതകൾ വെളിപ്പെട്ടു വരും. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചു തുടങ്ങുക. അതേ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് അസാധ്യങ്ങൾ മാറിപ്പോകാൻ പോക്കിയ, ചില വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോക്കിയ, ചില വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിനായിട്ട് സാധ്യതകൾ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. കേട്ട ദൈവശബ്ദത്തിന് മുമ്പേ മുറുകെ പിടിക്കുക, ശക്തിപ്പെടുക. അത് എന്റെ ദൈവം എനിക്ക് ചെയ്തു തരുന്നനാ. ദൈവത്തിന് മഹത്വം പറഞ്ഞ് സ്തോത്രം പറയുവാൻ തയ്യാറാക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഇല്ലാത്തത് നിന്റെ ജീവിതത്തിനകത്തേക്ക് വന്നു ചേരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനത്തിൽ എഴുതിയപ്പോ ഇപ്രകാരം 4-ാം 20-ാം വാക്യത്തിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയ ദൈവമക്കൾ, ഒരു ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടോ, അത് നിറവേറാതെ ഇരിക്കുവാൻ പല സാഹചര്യങ്ങൾ, പല പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരും. പക്ഷേ വാഗ്ദത്തം കേട്ടതായ ദൈവ പൈതൽ, സ്തോത്രം, സാഹചര്യങ്ങളുടെ പിറകെ പോകുവാനല്ല, സാധ്യത തേടിപ്പോകുവാനല്ല, മറിച്ച് നാം അവിടെ വചനത്തിൽ കാണുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തെ സംശയിക്കാതെ, അത് കേട്ട വാഗ്ദത്തത്തിൽ അവിശ്വസിക്കരുത്. സ്തോത്ര. കേട്ട വാഗ്ദത്തത്തിൽ നീ മുറുകെ പിടിക്കണം. സ്തോത്ര. കേട്ടത് ദൈവശബ്ദമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിന്റെ ഉള്ളിനകത്ത് പ്രകാശിക്കുവാൻ തയ്യാറായ ആ വാഗ്ദത്തം, പ്രിയ ദൈവമക്കളെ, എത്ര തന്നെ സാധ്യതയില്ലെങ്കിലും എന്നോട് അരുളി ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് പറഞ്ഞ് നീ അതിനെ വിശ്വസിക്കുവാൻ തയ്യാറാകണം. കൂടെ ചിലപ്പോ ആരും കാണത്തില്ലായിരിക്കാം. സ്തോത്രം. വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ചിലർ പറഞ്ഞിരിക്കാം, എത്ര പോഷത്വമാ ഇവർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചില വാക്കുകൾ കേട്ടെന്നിരിക്കാം. നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, പരിഹസിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവ ശബ്ദം കേട്ട ദൈവ പൈതൽ അവിശ്വസിക്കരുത്. സ്തോത്രം. അവിശ്വസിക്കുന്നവർ കാറ്റടിച്ച് ഉലയുന്ന കടൽത്തിരയ്ക്ക് സമനെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവന് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയില്ല. പ്രിയ ദൈവമക്കളെ, സ്തോത്രം.
നമുക്ക് സാധ്യതകളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും വിശ്വസിക്കുക എന്ന് പറയും നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യണം? കേട്ടത് ആരുടെ ശബ്ദമാ? പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയെ നോക്കി ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോ ആ ഒരു വാക്കിന്റെ മുമ്പിൽ സകലതും ഉണ്ടായി 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 എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ പാഴിന്റെ അനുഭവമായിരിക്കാം, ശൂന്യതയായിരിക്കാം, നിർജീവമായിരിക്കാം. പക്ഷേ അതിനെ നോക്കി ദൈവം ഒരു വാക്ക് കൽപ്പിച്ച പ്രിയ ദൈവ പൈതലെ, നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങൾ പൊട്ടി പുറത്തു വരുവാനായിട്ട് ഇടയത്തിരും. കാറ്റ് കാണുന്നില്ലായിരിക്കാം, സ്തോത്രം, കോള് കാണുന്നില്ലായിരിക്കും, പക്ഷെ നിറയ്ക്കുവാൻ പറഞ്ഞുവെങ്കിൽ, അതിനെ കുഴികൾ വെട്ടുവാൻ പറഞ്ഞുവെങ്കിൽ നാം അതിന് വെട്ടുവാൻ തയ്യാറാക്കുക. സ്തോത്രം, അതിനെ വെട്ടുവാൻ തയ്യാറാക്കുമ്പോൾ അതിനെ നിറയ്ക്കുവാൻ കഴിയുന്നവൻ അതിനെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ഈ പകൽക്കാലം നാം വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെടണം. നമ്മുടെ ജീവിതത്തിന്റെ അവിശ്വാസത്തിന്റെ അനുഭവങ്ങൾ, അതേ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസങ്ങൾ, അതേ മാനുഷികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന സ്തോത്ര മറ്റുള്ളവരിൽ നിന്ന് കേട്ട വാക്കുകൾ കൊണ്ടുവന്ന സംശയത്തെ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അതിനെ നാം വേരോടെ പറഞ്ഞു കളയുവാൻ തയ്യാറാക്കുക. സ്തോത്ര, അതിനെ നാം സ്തോത്രം നമ്മുടെ ഭവനത്തിനകത്ത് നിന്ന്, നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് അതിനെ വലിച്ചു മാറ്റിക്കളഞ്ഞിട്ട് നാം കർത്താവിൽ ഒന്ന് ശക്തിപ്പെടുവാൻ തയ്യാറാക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഇവിടെ ഈ സ്തോത്ര പുസ്തകത്തിലെ പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കരുത്. സ്തോത്ര, ഹല്ലേലൂയ. കേട്ടത് ദൈവശബ്ദമാണോ? നടക്കുമോ? സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനത്തിൽ കാണുന്നു, പത്രോസ് കടലിൽ കൂടി കടന്നു പോകുമ്പോ അവിടെ കടന്നു വന്ന സ്തോത്രം യേശു കർത്താവാണ് അവിടെ നിൽക്കുന്നത്, എല്ലാം അറിയാം. ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ കയറി പോകുമ്പോൾ ഒരു നിമിഷം തന്നിലേക്ക് താൻ നോക്കുവാൻ തയ്യാറായപ്പോഴാണ് താന്റെ കാലുകൾ വെള്ളത്തിൽ താണു പോകുന്നതായിട്ട് തോന്നി. ഒരു സംശയം കടന്നു വന്നത്. പ്രിയതേ മക്കളെ, സംശയിക്കരുത്. കേട്ട ദൈവശബ്ദം, നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിവർത്തിപ്പാൻ ശക്തനാണ്. വാക്ക് മാറ്റുന്ന ദൈവമല്ല പ്രിയ ദൈവമക്കളെ. സ്തോത്രം, മനുഷ്യരുടെ വാക്കുകളൊക്കെ സാഹചര്യങ്ങൾ വെച്ച്, സാധ്യതകൾ വെച്ച്, മെഡിക്കൽ റിപ്പോർട്ടൊക്കെ തിരുത്തിയിരിക്കാം. പക്ഷേ ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞ നീ നിൽക്കേണ്ടടുത്ത് നിന്ന, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ തയ്യാറായ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ദൈവം വാക്കു മാറ്റുകയില്ല. നിന്റെ ജീവിതത്തെ നിറവേറ്റി തരും. ഇവിടെ കാണുന്നു, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തെ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ പ്രഭാതത്തിൽ ദൈവത്തിനെ ഒന്ന് മഹത്വപ്പെടുത്താനായിട്ട് കഴിയുമോ? എന്റെ ജീവിതത്തിൽ ഈ ദൈവിക വാഗ്ദത്തം നിറവേറ്റി തരുന്നനാ സ്തോത്രം 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 പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുമ്പോ പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ വെളിപ്പെട്ടു വരും. സ്തോത്രം, ഇത് സ്തോത്രം ഒരു മരിച്ച സാക്ഷ്യമല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം ഒരു തലമുറ ലഭിക്കത്തില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് രേഖ എഴുതുവാനായിട്ട് ഇടയായി തീർന്നപ്പോ കൂടെയുള്ളവർ ഒരു തലമുറയെ ചുമക്കുവാൻ നിനക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് മുഖത്തു നോക്കി പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ പല നിന്ദയുടെയും പരിഹാസത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയി വളരെയധികം ഭാരത്തോടെ നിൽക്കുമ്പോ, പ്രയാസത്തോടെ നിൽക്കുമ്പോ ഒരു കർത്താവിന്റെ ദാസൻ വന്ന് ഞങ്ങളടുത്ത് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവം നിനക്ക് തരുന്ന തലമുറയ്ക്ക് ഒരു പേരിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യാതൊരു സാധ്യതയുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ലഭിക്കുവാൻ. സ്തോത്ര, ഒരു ഡോക്ടർമാരും പറഞ്ഞില്ല, ഒരു റിപ്പോർട്ടും പറഞ്ഞില്ല, ആരും പ്രാർത്ഥിക്കുന്നവര് സ്തോത്ര ഹല്ലേലൂയ ഒന്നും പറയാനില്ല. പക്ഷേ ഞങ്ങൾ കേട്ട ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ കുടുംബമായി രണ്ടുപേരും കരം കോർത്തു പിടിച്ചുകൊണ്ട് ജോസഫ് എന്ന പൈതന്നെ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം 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 പറയുവാൻ തുടങ്ങി. അങ്ങനെ ദിനങ്ങൾക്ക് രാത്രിയാമങ്ങൾ കഴിഞ്ഞു പോയി. പ്രിയ ദൈവ പൈതലെ സ്തോത്രം, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ സ്തോത്രം ഹല്ലേലൂയ അതേ സ്തോത്ര കേട്ട് ദൈവത്തിന് എന്തിനു വേണ്ടി സ്തോത്രം കൊടുത്തുവോ, ദൈവത്തിനെ എന്തിനു വേണ്ടി മഹത്വപ്പെടുത്തിയോ, ആ മഹത്വമായവന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്രം ഹല്ലേലൂയ അതേ സ്തോത്രം ഒരു തലമുറ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് രണ്ട് തലമുറകളെ ദൈവം തന്നു മാനിക്കാനായിട്ട് ഇടയായി തീർന്നു.
നമ്മുടെ മഹത്വം സ്വർഗത്തിൽ എത്തുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നീ ഭാരപ്പെടുന്ന നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിനു വേണ്ടി ദൈവം അത്ഭുതം ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാക്കുമ്പോ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നിനക്ക് വേണ്ടി ചലിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട. വിശ്വാസത്തോടെ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. എന്റെ ഈ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരുന്നതിനാ സ്തോത്രം. ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ തലമുറയെ ദൈവം ഒരിടത്ത് എത്തിക്കുമെന്ന് പറഞ്ഞു വെക്ക്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കുമെന്ന് പറഞ്ഞു വെക്ക്. പ്രിയ ദൈവ പൈതലെ, സാധ്യത ഒന്നും ഇല്ലായെങ്കിൽ നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നു വെക്ക്. സ്തോത്ര. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. കാരണം എന്താ? നമ്മുടെ ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവരാണ്. നിനക്കില്ലാതെ ഇരിക്കുന്നതിനെ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറേണ്ടതിന് വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതേ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ലാസറെ പുറത്തുവാ എന്ന് പറഞ്ഞ ആ ശബ്ദത്തിന്റെ മുമ്പേ മരിച്ചു, 4 നാൾ ആയി, നാറ്റം വച്ചു, ഇനി ജീവനില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയതിന്റെ മുമ്പേ അതേ ലാസറെ പുറത്തുവാ എന്ന് പറഞ്ഞപ്പോ ആ അധികാരമുള്ളവന്റെ വാക്ക് ചെന്ന് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അത് ജീവൻ വ്യാപരിച്ചു പുറത്തു വന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, നീ കേട്ട ദൈവ ശബ്ദത്തെ വീണ്ടും വീണ്ടും ഉണർത്തിച്ചുകൊണ്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ ചില നിർജീവത്വങ്ങൾ മാറും. ചിലത് ജീവൻ പ്രാപിക്കാം. അതേ ചിലതൊക്കെ പൊട്ടി പുറത്തു വരുന്നത് പോലെ ചില വാഗ്ദത്തങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. വാഗ്ദത്തത്തെ തടയുന്ന അവിശ്വാസങ്ങൾ, സംശയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നമ്മുടെ ഭവനം കൂടെ അങ്കണത്തിൽ നിന്ന് മാറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സംശയങ്ങൾ നടക്കുമോ, ഇത് നടക്കുമോ, സംഭവിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. കേട്ടത് ദൈവ ശബ്ദമെങ്കിൽ നടക്കും. പ്രിയ ദൈവ ഇതിലെ സ്തോത്രം. ദൈവം അത് ചെയ്തു തരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഭാരപ്പെടേണ്ട. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, സാറയുടെ ജീവിതത്തിനകത്ത്, അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്നു, നിർജീവത്വമാണ്. പ്രായം കഴിഞ്ഞു, പുത്രോൽപാദനത്തിനുള്ള ശക്തി ഒന്നുമില്ല. സ്തോത്രം. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോ നമുക്ക് കാണുവാനായിട്ട് എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വിശ്വാസത്താൽ. സ്തോത്രം. അപ്പൊ ഞാൻ ഈ പ്രഭാതത്തിൽ പറയട്ടെ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സ്തോത്രം. വിശ്വസിക്കണം. വിശ്വാസത്താൽ മാത്രമേ നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാത്ത വിടുതൽ നമുക്ക് ചിലപ്പോൾ കിട്ടും. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണമെങ്കിൽ അത് വിശ്വാസത്തോടെ ആയിരിക്കണം. അതിന് ഇച്ചിരി വില കൊടുക്കേണ്ടി വരും. അവിടെയാ പ്രവർത്തിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കാണുന്നു, 10-ാം വാക്യത്തിൽ കാണുന്നു, വിശ്വാസത്തെ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാ. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണണം. ഹല്ലേലൂയ. വാക്കുമാറുന്ന ദൈവമല്ല, വിശ്വസ്തനായിരിക്കുന്ന ദൈവം. പ്രായം കഴിഞ്ഞിട്ടും അപ്പൊ എന്ത് ചെയ്യുന്നു? സാധ്യതകളെല്ലാം അവസാനിച്ചു. പ്രായം കഴിഞ്ഞു, ഒരു സാധ്യതയുമില്ല. പക്ഷെ അവിടെ കാണുന്നു, പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു. ഈ പകൽക്കാലം സ്തോത്രം, ദൈവിക വാഗ്ദത്തം നിറവേറാൻ ഒരു സാധ്യതയും ഇല്ലായിരിക്കാം. സാധ്യതകളെല്ലാം കഴിഞ്ഞു പോയി, എക്സ്പീരിയൻസ് കഴിഞ്ഞു പോയി. അതേ സ്തോത്രം. ഹല്ലേലൂയ. ആരോഗ്യം നഷ്ടപ്പെട്ടു, ഇനി പറയാനായിട്ട് ഒന്നുമില്ല. അവിടെ കാണുന്നതാണ്. സ്തോത്രം. പ്രായം കഴിഞ്ഞു. സ്തോത്രം. അപ്പം ഏതൊക്കെ കഴിഞ്ഞു പോയി, സാധ്യമാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞു പോയി. സ്തോത്രം. പക്ഷേ പുതിയതുണ്ട്, ചിലത് ഇനി വരാൻ ചിലതുണ്ട്. അതാണ് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടിയുള്ളത്. സ്തോത്രം. കഴിഞ്ഞതിനെ ഓർത്ത്, പോയതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. എന്തെങ്കിലും നമ്മുടെ ഉള്ളതിനെ വച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്തവ വചനത്തെ എന്താ പറയുന്നത്? എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തരും വിട്ടുകൊടുക്കുകയല്ല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്കും കൊടുക്കുകയല്ല. പ്രിയതേ മക്കൾ, അതുകൊണ്ട് കഴിഞ്ഞു പോയി, ഇതൊക്കെ കഴിഞ്ഞു പോയി, ഇനി ഒന്നും നടക്കാൻ നോ, അത് വിട്ടരങ്ങ്. സ്തോത്രം. കഴിഞ്ഞതങ്ങ് പോകട്ടെ. സ്തോത്രം. അത് കഴിയാതെ ഇരിക്കും കാലത്തോളം ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ലാസറിന്റെ ഭവനത്തിൽ വന്നപ്പോൾ സ്തോത്രം മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നാറ്റം വെച്ചു, 4 ദിവസമായി, അതങ്ങ് പോകട്ടെ. കർത്താവ് എന്താ പറഞ്ഞത്? വിശ്വസിച്ചാ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
ചിലതൊക്കെ കഴിയട്ടെ. കാരണം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അതിന് 3 ദിവസം കഴിയണത് വരെയും അവർക്ക് യഹൂദന്മാർക്ക് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ കഴിയട്ടെ, സ്തോത്രം. എന്നിട്ടാ കർത്താവ് എന്ത് ചെയ്യുന്നത്? ലാസറിന്റെ ഭവനത്തിലേക്ക് പോയത്. കർത്താവ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്തൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്നതൊക്കെ ഇല്ലേ, അതുകൂടെ കഴിയട്ടെ. കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നീ ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. യാക്കോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തിന് ചിലത് പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിനോട് യഹോവയെ ദൈവം പറഞ്ഞു തന്റെ മകനെ യാഗമർപ്പിക്കാനായിട്ട് പോയത്. അവിടെ വിശ്വാസവും അനുസരണയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അതിന്റെ 21 വാക്യത്തിൽ കാണുന്ന 2 നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചത് പ്രവൃത്തിയാൽ അല്ലയോ? സ്തോത്രം. അപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പ്രവൃത്തിയോട് കൂടി വിശ്വാസം വ്യാപരിച്ചു. സ്തോത്രം. അതാ ആ പ്രവൃത്തി എന്ന് പറയുന്നതാ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ചിലതൊക്കെ നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുന്നത്. സ്തോത്രം. പ്രിയ മക്കൾ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉദരത്തിൽ കരം വെച്ചുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് ഒരു തലമുറ തന്നതിനായി സ്തോത്രം പറയുവാനായിട്ട് ആ സ്തോത്രത്തിന്റെ ശക്തി ആ ഉദരത്തിനകത്ത് ചലിച്ചു, ആ ഗർഭപാത്രത്തിനകത്ത് ചലിച്ചു, അത് ജീവനായി വ്യാപരിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ നിർജീവത്വങ്ങൾ മാറും. ജീവനില്ലാത്തടത്ത് ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും കാണുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കാതെ അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൽ ഒന്ന് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? അബ്രഹാം മല കയറിയപ്പോ അതിന് തൊട്ടുമ്പേ ബാല്യക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം കരുതിക്കൊള്ളും. വിശ്വാസത്താലാ കടന്നു പോകുന്നത്. സ്തോത്രം. ദൈവം കരുതൽ കണ്ടിട്ട് കടന്നു പോകാമെന്ന് പറഞ്ഞല്ല സ്തോത്രം അബ്രഹാം നിന്നത്. കയറുകാനായിട്ട് ഇടയെത്തുന്നു. യാത്രയുടെ മധ്യത്തിൽ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പാ യാഗ വസ്തു എവിടെ? ഏതൊരപ്പന്റെ ഹൃദയത്തെ തകർത്ത് കായുന്നൊരു ചോദ്യത്തിന്റെ നടുവിലും അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ജീസസ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിനെ, സാധ്യതയൊന്നുമില്ലായിരിക്കാം, പറയാൻ കഴിയുമോ? ദൈവശബ്ദം കേട്ടാ തിരിച്ചത് ദൈവം കരുതിക്കൊള്ളും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ദൈവശബ്ദം കേട്ട് യാത്ര തിരിച്ചോ. നമുക്ക് ചിലപ്പോൾ ടെൻഷനും ഭാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം, പക്ഷേ എൻ്റെ ദൈവം ഒന്നിനും ഒരു കുറവ് വരുത്തില്ല, ഒന്നിനും ഒരു മുടക്കം വരുത്തുകയല്ല. കാരണം പറഞ്ഞത് ദൈവമാകയാൽ അത് ദൈവം ചെയ്തിരിക്കും. സ്തോത്രം. പറഞ്ഞത് ദൈവമായിരിക്കുക. സ്തോത്രം. അത് ദൈവം നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. നാം അതിനെ എന്ത് ചെയ്യുന്ന സ്തോത്രത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിതറിക്കടന്ന അസ്ഥികളെ നോക്കിക്കൊണ്ട് യെഹെസ്കേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യഹോവേ ദൈവം, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ ദൈവമേ എനിക്ക് അത് അറിയില്ല. യഹോവേ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവേ ദൈവം എന്താ പറഞ്ഞത്? അവയെ നോക്കി പ്രവചിക്കുവാനായിട്ട് പറഞ്ഞു. യഹോവേ കർത്താവ് ഈ അസ്ഥികൾ പ്രവചിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞു. താൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു. യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രകാരം യഹോവേ ദൈവം പറഞ്ഞതനുസരിച്ച് യെഹെസ്കേൽ പ്രവചിക്കുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ചു മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇവിടെ അടുത്ത വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസത്തോടെ താനത് എന്ത് ചെയ്യുന്നു? പ്രവചിക്കുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലത് ചെയ്യാമോ? ഇവിടെ കാണുന്നു, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം. പ്രിയ ദൈവമക്കൾ, നമ്മൾ ചിലത് ചെയ്യണം. നമ്മൾ ഈ കേട്ട വാഗ്ദത്തത്തിന് മുമ്പ് മിണ്ടാതെ ഇരിക്കുവാനല്ല, നാം ചിലതിന് സ്റ്റെപ്പ് വയ്ക്കണം. ഇവിടെ കാണും, കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ താൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോ
ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നീ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാക്കുമ്പോ പിന്നെ വൈകിക്കത്തില്ല. കർത്താവ് അതാ നോക്കും, നീ സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ടോ, നീ പതറിപ്പോകുന്നുണ്ടോ, നീ കേട്ടത് ശബ്ദത്തിനൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ. ഇവിടെ വചനത്തിൽ കാണുന്നു, യഹോവേ ദൈവം പറഞ്ഞതുപോലെ യെഹെസ്കേൽ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോ, പ്രവചിച്ചു തീർന്ന മണിക്കൂറുകൾക്ക് ശേഷമല്ല, പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മുഴക്കം കേട്ടു. നീ ചിലത് കേട്ടു തുടങ്ങുക. നീ വിശ്വാസത്തോടു കൂടി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാല നിന്റെ മുമ്പിൽ അസാധ്യമായി നിൽക്കുന്ന വിഷയത്തിനകത്ത് കേട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ നീ പ്രാർത്ഥനയോടെ മുഴങ്കാൽ ഇരുന്ന് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ നീ ചില ദൈവിക വിടുതലിന്റെ ദൈവിക പ്രവൃത്തിയുടെ ശബ്ദങ്ങൾ യേശുവിന്റെ നാമത്തിൽ കേൾക്കും. വിശ്വാസത്തോടെ ചലഞ്ച് ചെയ്യാമോ? ദൈവം ചിലത് ചെയ്യും, ദൈവം ചിലത് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ താഴ്ചയല്ല, നീ ഉയർച്ച പ്രാപിക്കും യേശുവിന്റെ നാമത്തിൽ. നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. അതെ, കഴിഞ്ഞു പോയി എന്നുള്ള പറച്ചിലുകൾ വിട്ടിട്ട് ഉണ്ടാക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇവിടെ വചനത്തിൽ കാണുന്നു, അവിടെ എന്ത് ചെയ്തു? അവർ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോ തന്നെ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം പെട്ടെന്ന് ഒരു മുഴക്കമുണ്ടാകുന്നു, ഭൂകമ്പമുണ്ടാകുന്നു, അസ്ഥിയോട് വന്ന് ചേരുന്നു. ഹല്ലേലൂയ. ഇന്ന് കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഒന്ന് ചലിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ പൊടുന്നനെ ചില വിടുതലുകൾ ഇവിടെ കാണുന്നു. പ്രവചിച്ചു കൊണ്ട് ഇരുന്നപ്പോൾ തന്നെ മുഴക്കമുണ്ടായി, ഭൂകമ്പം ഉണ്ടാകുന്ന ഉടനെ അസ്ഥിയോട് വന്നു ചേരുന്നു. അതേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവിക വാക്തത്വം വെളിപ്പെടുന്നതിന് തടസ്സമായി ചിതറിക്കിടക്കുന്നതായിരിക്കും പലതും. അതേ സ്തോത്രം, അതിനകത്ത് ഒരു കാറ്റടിക്കണമോ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ദൈവത്തിൽ സ്തോത്രം തുടങ്ങ്. അതെ, ചിലത് വന്ന് ചേരുവാനായിട്ട് ഇടയായി തീരാ. ഉടനെ ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് സാഹചര്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ വിശ്വസിക്കാനും അതിന് സ്തോത്രം ചെയ്യാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയ മക്കളെ, ദൈവം ചിലതിനകത്തൂടെ കർത്താവ് നമ്മെ കടത്തിവിടും. സ്തോത്രം. നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിനകത്തൂടെ കടക്കുക എന്ന് പറയുമ്പോൾ കേട്ട ഒരു വ്യക്തി, ഞാൻ പറയാൻ ആരും ചിലപ്പോൾ കൂടെ നിൽക്കത്തില്ല. വീട്ടുകാർ പോലും ചിലപ്പോൾ കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ സ്തോത്രം, നീ എന്താ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കടന്നു വരാം. നീ എന്ത് കേട്ടിട്ടാ സ്റ്റെപ്പ് വയ്ക്കുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ കടന്നു വരാം, കാരണം സീറോയിൽ നിൽക്കുമ്പോൾ. പക്ഷെ ഞാൻ പറയട്ടെ, കേട്ടത് ദൈവശബ്ദമാണെങ്കിൽ ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് സ്റ്റെപ്പ് വെച്ചോ. ഹല്ലേലൂയ. കർത്താവ് വഴികളെ തുറക്കും. കർത്താവ് നിനക്ക് വേണ്ടി പാതകളെ ഒരുക്കും. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറും. ദൈവ പൈതലേ സ്തോത്രം. നീ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. തുടങ്ങി വച്ചതിനെ പൂർത്തീകരിക്കും. പകുതി വഴി വെച്ച് മുടക്കം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ കേൾപ്പിക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ മറ്റുള്ള മുമ്പേ ഒരു പരിഹാസത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക. നിന്റെ മുമ്പിൽ നിന്ന് അസാധ്യങ്ങൾ മാറിപ്പോകും. അതേ, ശത്രു പറഞ്ഞിരിക്കാൻ നടക്കത്തില്ല, വേണ്ട വിട്ടേക്ക്. കൂടെ നിൽക്കുന്നവർ പറയാം വിട്ടേക്ക്, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷെ കേട്ടത് നീയാണോ? വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെട്. പറ, വെയിറ്റ് ചെയ് എന്ന് പറഞ്ഞ് നിൽക്കേ. സ്തോത്രം. അല്പം കൂടി ഒന്നിരിക്കേ, അല്പം കൂടി ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുക യേശുവിന്റെ നാമത്തിൽ. ഈ പകൽക്കാരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, നീ ഇത്രയും നാളെ ക്ഷീണിച്ചു പോവാൻ നിന്നില്ലേ? ഒരല്പസമയം കൂടി നിൽക്കേ. ഒരു ദൈവപ്രവൃത്തിയുണ്ട്, ഒരു ദൈവ മഹത്വമുണ്ട്. സ്തോത്രം. നാറ്റം വച്ചെന്ന് പറഞ്ഞേ നീ മാറിപ്പോകണ്ട. സ്തോത്രം. കേട്ട ദൈവശബ്ദത്തെ ത്യജിച്ച് കളയണ്ട. കൈവിട്ടുപോയി, കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സാറ സ്തോത്രം നിരാശപ്പെടുകയല്ല ചെയ്തത്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ചിലതൊക്കെ കഴിഞ്ഞെന്നോർത്ത് നീ അതിനെ സ്തോത്രം ആ പേപ്പറിന് വലിച്ചീർ കളയണ്ട. ആ സർട്ടിഫിക്കറ്റിനെ കൊണ്ടുപോയി സ്തോത്രം വേസ്റ്റിൽ ഇടണ്ട. ഒന്ന് വെയിറ്റ് ചെയ്. ഹല്ലേലൂയ. കർത്താവിന് ചിലത് ചെയ്യാനായിട്ടുണ്ട്. ഹല്ലേലൂയ. അവരോട് പരിശുദ്ധാത്മ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ടൈം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് നീ അതിനെ കൊണ്ട് കളയണ്ട. സ്തോത്രം. ആ ഫയലിനെ നീ ക്ലോസ് ചെയ്ത് വെക്കണ്ട.
യേശുവിന്റെ നാമത്തിൽ ആർക്കൊക്കെ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കര ഈ രാത്രികാലം ചലിക്കുക, പകൽ ചലിക്കുക, അത്ഭുതമൊക്കെ നടക്കിയ സ്തോത്രം. ചിലതൊക്കെ വെളിപ്പെട്ടു വരാൻ പോക്കിയ ചില പ്രാർത്ഥനയുടെ മറുപടികൾ, ചില വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണങ്ങൾ സ്തോത്രം. കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ വിഷയത്തെ എടുത്തു വെച്ചൊന്ന് സ്തോത്രം ചെയ്യേ. അപ്പൊ ഞാൻ കേട്ടത് ഈ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ് നീ അതിനകത്തൊന്ന് സ്തോത്രം ചെയ്യ്, കരം വയ്ക്കേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തിന്റെ ശക്തി വലുതാ പ്രിയ ദൈവമക്കളെ. കേട്ടതായ ദൈവ ശബ്ദത്തെ നീ ഒന്ന് ഉരുവിടാൻ തുടങ്ങ്. ആ ദൈവവചനമാണ് നമുക്ക് കാണുന്നത്. ഉണ്ടാകട്ടെ എന്ന് യഹോവേ ദൈവം ആ സ്തോത്രം ശൂന്യമായിരുന്നതിനെ നോക്കി പറഞ്ഞത്. ആ വചനം നമ്മൾ പറയുക. നീ ഭാരപ്പെടുന്ന നീ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ ആ ദൈവവചനത്തെ നീ ഒന്ന് അപ്ലൈ ചെയ്യ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിർജീവത്വങ്ങൾ മാറും. ഹല്ലേലൂയ. ക്ലൈമറ്റ് മാറുന്നത് പോലെ ചിലത് മാറും യേശുവിന്റെ നാമത്തിൽ. യഹോവയെ ദൈവം കൽപ്പിച്ചു, അതങ്ങനെ സംഭവിച്ചു. യഹോവയെ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിച്ചു. യേശുവിന്റെ നാമത്തിൽ ദൈവം അരുളി ചെയ്തത്, ഹല്ലേലൂയ, അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞ് അതിന്മേൽ കരം വച്ച് നിന്റെ വാ കൊണ്ട് പറഞ്ഞ് വിശ്വാസത്തോടെ ചിലത് ഡിക്ലെയർ ചെയ്യുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഉടനെ ചിലത് നീ കേൾക്കും. ചില പ്രാർത്ഥനയുടെ മറുപടികൾ, ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ, ചില വഴികൾ തുറന്നു എന്ന് നീ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ ക്ഷീണിക്കണ്ട, സാഹചര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടണ്ട, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. എന്നാൽ സ്തോത്രം, അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അസാധ്യങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അസാധ്യങ്ങളുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്, പക്ഷേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പറയപ്പെട്ട ദൈവവചനം ജീവനായിട്ട് ഇവരുടെ മുമ്പാകെ വെളിപ്പെട്ട് ഇവരുടെ മുമ്പിൽ നിന്ന് അസാധ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. ഒരു ക്ലൈമറ്റ് മാറുന്നത് പോലെ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോ ഉടനെ ഒരു മുഴക്കം, ഉടനെ ഒരു ഭൂകമ്പം അസ്ഥിയോട് വന്നു ചേർന്നതുപോലെ ഇവരുടെ ചിതറിക്കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവർ വിശ്വാസത്തോടു കൂടി പ്രവചിക്കുവാൻ തുടങ്ങുമ്പോ, വിശ്വാസത്തോടു കൂടി അങ്ങക്ക് മഹത്വം തരുവാൻ ഇടയായി തീരുമ്പോ ഇന്ന് വന്ന് ചേരേണ്ടത് വന്ന് ചേരട്ടെ കർത്താവേ. നിർജീവത്വങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അസാധ്യങ്ങൾ വഴിമാറട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ കർത്താവേ. നിരാശകൾ വിട്ടുമാറട്ടെ. സംശയങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ. എന്റെ ദൈവത്താൽ സകലതും സാധ്യം. എന്റെ ദൈവത്താൽ സകലതും സാധ്യം. തന്റെ ജനത്തിന്റെ മേൽ ഡിക്ലെയർ ചെയ്യുന്ന കർത്താവേ, അസാധ്യങ്ങളുടെ കാലങ്ങൾ കഴിയട്ടെ. സാധ്യമാക്കി തീർക്കുന്നവന്റെ ശക്തിയുടെ കാലം ഈ പ്രഭാതം മുതൽ തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. നമ്മുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനെ സ്തോത്രം. മുഴുവനോ മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.